നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ രശ്മി രവീന്ദ്രൻ, ഇന്നർ ആൽക്കമി കോച്ച്, മൈൻഡ് പവർ ട്രെയിനർ, ഇന്നർ ചൈൽഡ് ഹീലർ. ഇന്നർ ആൽക്കമിയിലേക്കുള്ള എൻ്റെ യാത്ര, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക. ഇന്നർ ആൽക്കമി എന്ന് പറയുന്നത് ഒരു കോച്ചിങ് പ്രോഗ്രാമാണ്. അതായത് ആന്തരിക പരിവർത്തനം, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആന്തരിക പരിവർത്തനം ഉണ്ടായാൽ മാത്രമേ ആത്മീയ വളർച്ച സാധ്യമാവുകയുള്ളൂ. സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പം എല്ലാം സ്പിരിച്വാലിറ്റി തന്നെയാണ്. ഈ ഭൗതിക ലോകത്ത് നമ്മൾ സന്തോഷത്തോടെയും സമാധാനത്തോടെയും സമൃദ്ധിയോടെയും ജീവിക്കുന്നതും സ്പിരിച്വാലിറ്റി തന്നെയാണ്. ഈ സ്പിരിച്വാലിറ്റി എന്ന് കേൾക്കുമ്പം പലർക്കും തെറ്റിദ്ധാരണയുണ്ടാവും. സന്യാസിയായി ജീവിക്കാൻ, അല്ലെങ്കിൽ കുറേ മുടിയും തടിയൊക്കെ നീട്ടി, അല്ലെങ്കിൽ ആ ഒരു ലോകത്തേക്ക് ഇങ്ങനെ ഭൗതിക ലോകത്തെ എല്ലാ സുഖങ്ങളും വെടിഞ്ഞുകൊണ്ട് ജീവിക്കുക, അങ്ങനെയൊന്നുമല്ല. അവിടെ ആരോടും നമ്മളൊരു തെറ്റും ചെയ്യാതെ നമ്മൾ നല്ല സന്തോഷകരമായി സമൃദ്ധിയോടെ ജീവിക്കുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് ഒരു വ്യക്തിയെ ഉയർത്തുക. ഇന്നർ ആൽക്കമിയുടെ ഫൗണ്ടർ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള ഓരോ പ്രാക്ടീസുകളും വളരെയധികം ഡിഫറെൻ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്നെക്കുറിച്ച് പറയാം. എൻ്റെ കുടുംബം എന്ന് പറയുന്നത് അച്ഛനും അമ്മയും 2 പെൺകുട്ടികളായിരുന്നു. മൂത്ത ആളാണ് ഞാൻ. എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളായിരുന്നു. പക്ഷേ ഈ സംസാരിക്കുന്ന സമയത്ത് നമുക്കില്ലേ, ചില ആൾ പറയല്ലേ പൊട്ടത്തി, അതായത് ഒന്നും അറിയാത്ത പോലെ, കുട്ടികളെ പോലെ സംസാരിക്കുക. നമുക്ക് അവരോട് സംസാരിച്ച് കഴിയുമ്പോൾ തോന്നും പാവമാണ് എന്ന് തോന്നും. അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നെക്കുറിച്ച് ഞാൻ പാവമാണെന്ന് ഒന്നും പറയുകയല്ല, എങ്കിലും അങ്ങനെയായിരുന്നു എന്നെക്കുറിച്ച് ചില ആളുകളൊക്കെ കരുതിയിരുന്നത്. അതായത് ഒരുപാട് സംസാരിക്കുമെങ്കിലും ഉള്ളിലൊന്നും വെക്കാതെ തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു പ്രകൃതി എനിക്കുണ്ടായിരുന്നു. പക്ഷേ മറ്റുള്ള ആളുകൾ നമ്മെ വിലയിരുത്തുന്നത് ഇതിന് ചെറിയൊരു ലേശം വട്ടുണ്ട്, അല്ലെങ്കിൽ ചെറിയ തിരി പോയതാണ് എന്നൊക്കെ തോന്നും എന്നൊക്കെ പലരും എന്നോട് പറയാറുണ്ടായിരുന്നു. സംസാര രീതി കൊണ്ട് എനിക്കങ്ങനെ തോന്നിയിട്ടുമുണ്ട്. അതായത് നമ്മെ ഡിഗ്രേഡ് ചെയ്ത് വില കുറച്ച് കാണുന്ന ആളുകൾ. ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും, കാരണം നിഷ്കളങ്കമായി നമ്മൾ സംസാരിക്കുമ്പോൾ. പക്ഷെ ചില ആളുകൾ നമ്മെ അംഗീകരിക്കില്ല. അവരുടെ ആ ഒരു സ്റ്റാൻഡേർഡിന് നമ്മളെ അവരെന്ത് ചെയ്യില്ല, ഒപ്പം കൂട്ടില്ല. ഇങ്ങനെ അവസ്ഥ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? നമ്മളങ്ങനെ തുറന്നടിച്ച് ഓപ്പണായിട്ട് സംസാരിക്കുന്ന സമയത്ത് അതിൽ പോലും വിശ്വാസം കാണാതെ സംശയിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ഒരു ക്യാരക്ടറായിരുന്നു എൻ്റേത്. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേക്കും ഞാനത് വിശ്വസിക്കും. പക്ഷെ ഇപ്പോഴൊക്കെ ഒരുപാട് മാറി. ഞാനൊന്ന് ആലോചിച്ചിട്ട് എന്തും ചെയ്യാറുള്ളൂ ഇപ്പോൾ. ആദ്യമൊന്നും അങ്ങനെ ആയിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോൾ തന്നെ അത് വിശ്വസിക്കും. തീരുമാനം എടുത്തൊന്നും ചെയ്യാറില്ല. എന്തെങ്കിലും കേട്ട് കഴിയുമ്പോൾ നമ്മൾ തീരുമാനം എടുക്കും അല്ലേ, പെട്ടെന്ന് ചാടിക്കയറി അതിന് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പ്രകൃതമായിരുന്നു എനിക്കുള്ളതായിരുന്നു. അത് ചില കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്, പക്ഷെ ചില കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല. അത് നമ്മളൊന്ന് തീരുമാനിച്ച് ആലോചിച്ചിട്ട് എന്തും ചെയ്യാവൂ. ഒരാളെപ്പോലും ചൂസ് ചെയ്യുന്നത്, നമുക്ക് ഒരു വ്യക്തിയെപ്പോലും ചൂസ് ചെയ്യുന്നത് നമ്മൾ ഒരുപാട് ആലോചിക്കണം. ഇന്നത്തെ കാലത്ത് ജീവിക്കണമെങ്കിൽ അതുപോലും ചെയ്യേണ്ടത് ഒരുപാട് ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് ചെയ്യാവൂ. അപ്പോൾ മനസ്സാക്ഷി കുത്തുണ്ടാവില്ല. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ചാടിക്കയറി നമ്മൾ തീരുമാനം എടുക്കുമ്പോൾ അത് സക്സസ് ആവണമെന്നില്ല. അപ്പം എൻ്റെ ഒരു ക്യാരക്ടർ ആയിരുന്നു അങ്ങനെ. കോൺഫിഡൻ്റ് ഒട്ടുമില്ല. അപ്പോൾ പഠിക്കുന്ന കാലത്ത് ജോലി വലിയൊരു സ്വപ്നമായിട്ട് കൊണ്ടു നടന്ന ആളൊന്നും ആയിരുന്നില്ല. പഠിച്ചു, ജോലി വേണമെന്ന് ചോദിച്ചാൽ ജോലി വേണം, അങ്ങനെ ആണ് പഠിച്ചത്. പഠിക്കുമ്പോൾ ഉണ്ടായ ചിന്ത അതായിരുന്നു. അല്ലാതെ ഇന്നൊരു ലക്ഷ്യം കണ്ടെത്തി അതിലേക്ക് പരിശ്രമിച്ച് അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. MBA വരെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, നോർത്ത് പറമ്പൂരിലാണ് ഞാൻ പഠിച്ചത്. പക്ഷേ ആ കോളേജിലേക്കുള്ള എൻ്റെ പ്രവേശനം എന്ന് പറയുന്നത് മാറ്റ് ടെസ്റ്റ് എഴുതിയിട്ടാണ്. ആ ടെസ്റ്റ് എഴുതി കിട്ടിയ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഹോസ്റ്റലിലൊക്കെ നിൽക്കാനും. അതായത് ഒന്നാമത് ഞാൻ അങ്ങനെ ഒരു വളർന്നൊരു വ്യക്തിയാണ്. പുറമേ ഒന്നും പോയിട്ടോ അല്ലെങ്കിൽ
നമ്മുടെ ജില്ല വിട്ട് പുറത്തൊരു ജില്ല പോകാനോ എന്തിനേറെ പറയുന്നു, കോളേജിൽ പോകുന്ന സമയത്ത്, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് കൂട്ടുകാരൊന്നിച്ച്, ഇപ്പോഴാണെങ്കിൽ പെൺകുട്ടികളെല്ലാം സിനിമയ്ക്കൊക്കെ പോകും. അക്കാലത്ത് എല്ലാവരും പോയിരുന്ന സമയമാണ്. അധികം ഒരു വർഷമാണെങ്കിലും ശരി, ഇപ്പോഴും അത്ര ഇല്ല, എങ്കിലും പോയ ആളുകളുണ്ട്. പക്ഷെ പേടിയായിരുന്നു, എല്ലാം കൊണ്ട് പേടി. കോളേജ് വിട്ടാൽ വീട്, വീട് വിട്ടാൽ കോളേജ്, അങ്ങനെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അതുപോലുള്ള ഫ്രണ്ട്സിനെയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അതായത് നമ്മൾ എങ്ങനെയാണോ അതുപോലുള്ള ആളുകളെ നമ്മൾ അട്രാക്ട് ചെയ്യുക അല്ലേ. അപ്പം അത്തരത്തിലുള്ളൊരു ഫ്രണ്ട്സ് സെറ്റപ്പായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഒരു ഒതുങ്ങി കൂടി നിൽക്കുന്ന ഒരു വ്യക്തിത്വം. അപ്പോൾ കോളേജിൽ അതായത് മാറ്റിൽ ലഭിച്ച ശേഷം കോളേജിൽ നമ്മളിങ്ങനെ സെർച്ച് ചെയ്യും, ഒരുപാട് കോളേജ്. അപ്പോൾ ഈ ഒരു കോളേജിലാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അവിടേക്ക് പോകാൻ സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു. ഹോസ്റ്റൽ റാഗിങ് ഇത്തരം സംഭവങ്ങളൊക്കെ ആ സമയത്ത് ഭയങ്കര കൂടുതലുള്ള സമയമായിരുന്നു. അപ്പോൾ അതൊക്കെ പേടിച്ചിട്ടായിരുന്നു കോളേജിലേക്ക് കാലെടുത്ത് വെച്ചത്. പിന്നെ എനിക്ക് തീരെ കോൺഫിഡൻ്റ് ഇല്ലായിരുന്നു. ഞാൻ പഠിക്കുന്ന ആ ഒരു സബ്ജക്റ്റ് അതെടുത്ത് പഠിച്ചാൽ എനിക്ക് ജോലി കിട്ടുമോ, അല്ലെങ്കിൽ എനിക്കത് പഠിക്കാനുള്ള ബുദ്ധിയില്ല, ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്ത എനിക്ക് ആ സമയത്തൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. ആ ചിന്ത എന്നെ ഒരുപാട് ബാധിച്ചിട്ടുണ്ട്. ഇപ്പോഴൊക്കെയാണെങ്കിൽ എന്നെ അതൊന്നും ബാധിക്കില്ല, കാരണം നമുക്കറിയാം എങ്ങനെ മൈൻഡ് പവറിനെ കൊണ്ടുപോകണമെന്ന്. അന്നൊന്നും നമുക്ക് അങ്ങനെയുള്ള ഒരു ബുദ്ധിയോ വിവരമോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയ, അന്ന് ആൻഡ്രോയിഡ് ഫോണൊന്നും ഇല്ല, സ്മാർട്ട് ഫോണൊന്നും അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. നോക്കിയുടെ ഫോണായിരുന്നു ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ലാപ്ടോപ്പിലും കൂട്ടുകാരിയുടെ അടുത്തുണ്ടാകുന്ന ലാപ്ടോപ്പിലൊക്കെ ആയിരുന്നു നമ്മൾ ഈ നെറ്റൊക്കെ നോക്കിയത്. ഇത്രയും കാര്യങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഫോൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെല്ലാം വിവരങ്ങൾ കിട്ടും. കൊച്ചു കുട്ടികളുടെ കയ്യിൽ വരെ ഫോണാണല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു. അങ്ങനെ ഈ കോളേജിൽ എത്തിയ സമയത്തും പഠനം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് അങ്ങനെ അങ്ങോട്ട് ഹൈ ലെവലിൽ പഠിച്ച് മുന്നേറാനൊന്നും എനിക്ക് സാധിച്ചിട്ടില്ല. ബാക്ക് പേപ്പറൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്, എങ്കിലും അതൊക്കെ തരണം ചെയ്ത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി തന്നെയാണ് പാസ്സായത്. അതൊരു അത്ഭുതമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഹാർഡ് വർക്ക് ചെയ്തിട്ടായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷെ അപ്പോഴും നല്ലൊരു ജോലി കിട്ടണം പേടിയായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിനൊക്കെ പോയി, ഒരു MBA ഫിനാൻസ് എടുത്തൊരു വ്യക്തിക്ക് ഒരു ഇൻ്റർവ്യൂ സെക്ഷനിൽ കയറുമ്പോൾ തന്നെ വർക്കും. അങ്ങനെ ഞാൻ എവിടെയും അപ്ലൈ ചെയ്യാൻ എനിക്ക് മടിയായിരുന്നു. അങ്ങനെ എനിക്കൊരു ജോലി ലഭിച്ചു. ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു ഫേമിൽ ജോലി ലഭിച്ചു. അവിടെ ഞാൻ കുറച്ച് നാൾ പോയി. അവിടെ വലിയ കുഴപ്പമില്ല, കാരണം അവിടെ വലിയൊരു ഇൻ്റർവ്യൂ അങ്ങനെ വലിയ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടൊന്നും കയറ്റിയതല്ല. നമ്മളെ ജസ്റ്റ് നമ്മളൊന്നും ഇൻട്രൊഡക്ഷൻ കൊടുത്തു, അങ്ങനെ കയറിയ ജോലി ആയതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അപ്പോൾ അവിടെ ട്രെയിനി രൂപത്തിലാണ് ഞാൻ ചെയ്തത്. അപ്പോഴും വീട് ഓഫീസ് ഇങ്ങനെ പോയൊരു വ്യക്തിയാണ് ഞാൻ. ഒട്ടും കോൺഫിഡൻ്റ് അല്ല, ഒന്നിനും കോൺഫിഡൻ്റ് അല്ല, അന്നും പേടിയായിരുന്നു. വേറെ ഏതെങ്കിലും ഒരു ഉയർന്ന ജോലിക്ക് ക്വാളിഫിക്കേഷൻ വെച്ച് കൊടുക്കാൻ പോലും ഇൻ്റർവ്യൂ ബോർഡിനെ ഭയന്നുകൊണ്ടിരുന്ന ഒരു കാലമായിരുന്നു. അപ്പോഴാണ് ഗവൺമെൻറ് ജോലിയിലേക്ക് ഒരുപാട് അപേക്ഷകളൊക്കെ അയക്കുന്ന സമയം ഞാൻ അയച്ചു. എൻ്റെ ഭാഗ്യക്കേടിന് പറയാം, ഇനി ഞാനൊരു ലിസ്റ്റിൽ വന്നു. അസിസ്റ്റൻ്റ് മാനേജർ സിവിൽ സപ്ലൈസ്. ഞാൻ ആകെ വണ്ടടിച്ചു പോയി. ഒന്നും പഠിക്കാതെ പോയി വെറുതെ കറപ്പിച്ചിട്ട് പോകുന്ന എനിക്ക് ഈ ഒരു ജോബ് കിട്ടുമ്പോൾ ഞാൻ കരുതി എൻ്റെ തലയിലെഴുത്ത് ചിലപ്പോൾ അതായിരിക്കും. നമ്മളങ്ങനെയാണ് ചിന്തിക്കുക. അപ്പോൾ ഒന്നും കൂടെ നന്നായി പഠിച്ചാലോ ഉറപ്പായും ജോലി കിട്ടുമെന്നുള്ള ആത്മവിശ്വാസം കൂടി ആ ജോലി ഉപേക്ഷിച്ച് പെട്ടെന്ന് തന്നെ എൻ്റെ ഇടയ്ക്ക് മാരീഡായി. ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് കടന്നു. അതായത് ഒരു ഗവൺമെൻറ് ജോലി എന്നുള്ള സ്വപ്നത്തിലേക്ക് കടന്നു. അങ്ങനെ ഈ ജോലിയിലൂടെ കടന്നുപോയി ഒരുപാട് ഇതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. എല്ലാ ലിസ്റ്റിലും ഞാൻ വരും, പക്ഷേ എനിക്ക് ജോലി കിട്ടുന്നില്ല. സപ്ലിയിലുണ്ടാവും, ചിലത് മെയിൻ ലിസ്റ്റിലുണ്ടാവും, ലാസ്റ്റിലേക്കായിരിക്കും. ഒന്ന് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു ഞാൻ, ബാക്കിയെല്ലാം സപ്ലിയിലാണ് അധികം വന്നിട്ടുള്ളത്. അത് പോരല്ലോ. പിന്നെ ഒരു ജൂനിയർ അസിസ്റ്റൻറ്റിൻ്റെ ഒരു പോസ്റ്റിൽ എനിക്ക് സെലക്ഷൻ ആയെന്ന് പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് പോയി. അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആ സമയത്ത് ടൈപ്പ് റൈറ്റിംഗ് വേണമെന്ന് പറഞ്ഞാൽ അതും ഔട്ടായി. വീണ്ടും ഞാൻ തുടർന്നുകൊണ്ടേയിരുന്നു, ശ്രമം പരാജയപ്പെടുത്തിയില്ല, തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ എനിക്ക് ഒരു ഗവൺമെൻറ് ജോലിയിലേക്ക് കയറാൻ സാധിച്ചില്ല. അതിനിടയ്ക്ക് ഒരുപാട് പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട്
കാരണം ആളുകളൊക്കെ ചോദിക്കും, നമുക്ക് ജോലി കിട്ടിയില്ല എങ്കിൽ മറ്റുള്ള ആളുകൾ ആഘോഷിക്കും, എത്ര കാലമായി പഠിക്കുന്നു, ഇങ്ങനെയൊക്കെ. നിങ്ങൾക്കും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? അല്ലേ? അപ്പം നമുക്കെന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ സന്തോഷിക്കുന്ന ആളുകളാണ് ചുറ്റിലും. അപ്പം സ്വാഭാവികമായും ആളുകളുടെ മുന്നിൽ തലയുയർത്തി നിൽക്കണം, ജയിച്ച് കാണിക്കണം എന്നുള്ളൊരു എന്താ പറയുക, അടങ്ങാത്ത, എങ്ങനെയെങ്കിലും പഠിച്ചാൽ ജോലി കയറണം എന്നുള്ള സ്പിരിറ്റായിരുന്നു ഉള്ളിൽ. എന്നിട്ട് പഠിക്കാൻ തുടങ്ങി. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഞാൻ പോയി പഠിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഗവൺമെൻറ് വേറൊന്നും കൊണ്ടുവന്നു, പ്രിലിമിനറി. അതിലെല്ലാത്തിലും എനിക്ക് കിട്ടും. കാരണം 70, 80, 85, 88 മാർക്കൊക്കെ ഉണ്ട്. പ്രിലിമിനറി നമ്മൾ കയറിപ്പോകും, മെയിൻ കിട്ടില്ല. ഇങ്ങനെയായി. അതിനിടയ്ക്കാണ് ഞാനിപ്പോഴും, കാരണം ഞാനൊരു വിശ്വാസിയാണ്, ദൈവത്തിന് എത്രത്തോളം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയുന്നു ആ അവസരത്തിലൊക്കെ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് ഞാൻ. ദൈവം എന്നല്ല, എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്മാർത്ഥമായി ചെയ്യുക. ഇനിയിപ്പോൾ ഒരാളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ഒരാളെ ഒരിക്കലും ചതിക്കുന്ന ഒരു സ്വഭാവം എനിക്കില്ല. പണ്ടുമില്ല, ഇപ്പോഴുമില്ല. ഞാനങ്ങനെ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര വിശ്വാസിയായിരുന്നു. ആത്മാർത്ഥമായിട്ട് തന്നെ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എപ്പോഴോ എന്തോ എൻ്റെ പ്രാർത്ഥന പോലും ഫലിക്കാതെ വന്ന സമയഘട്ടങ്ങൾ. അപ്പോൾ എനിക്ക് ആകെ എൻ്റെ ഇടങ്കാലം വലങ്കാലമൊക്കെ തെറ്റി മാറിപ്പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആഗ്രഹിച്ച് അത്രയും പ്രിലിമിനറി എനിക്ക് ലഭിച്ച് ഞാൻ ആ മെയിൻ പരീക്ഷ എഴുതിയിട്ട് എനിക്ക് എത്താൻ സാധിച്ചില്ല. ഞാൻ അവിടെ നാണം കിട്ടും. ആളുകൾ എന്നെ പരിഹസിക്കാൻ തുടങ്ങി. ചുറ്റിലുള്ളവർ പരിഹസിച്ചു. കൂടുതൽ പരിഹസിച്ചത് നമ്മളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ നമ്മെ പറയുമ്പോൾ ഉള്ള വേദന ആർക്കും താങ്ങാൻ കഴിയില്ല അല്ലേ? ഒറ്റപ്പെട്ട പോലെ ആയിപ്പോയി. ജോലിയും കിട്ടിയില്ല. പ്രാർത്ഥനയ്ക്ക് പോയതിന് അതിനും ഒരുപാട് കുറ്റം പറച്ചിലുകളും ദൈവമില്ലാന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ. പലർക്കും പല രീതിയിലാണ്. നമ്മുടെ ആത്മാഭിമാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ചോദ്യങ്ങൾ വന്നു തുടങ്ങി. ഭയങ്കര വേദനയായിരുന്നു. ഒരു ജോലി, പക്ഷെ മറ്റുള്ളവർ സന്തോഷിക്കുന്നത് എനിക്ക് കാണാൻ സാധിക്കാറുണ്ട്. അതായത് നമ്മളുടെ ഉയർച്ചയിൽ നന്നായിട്ട് സന്തോഷിക്കുന്ന ചില ടീമുകളുണ്ടാവും അല്ലേ, ആളുകളുണ്ടാവും. അവരെന്ത് ചെയ്യും, ഇത് നന്നായിട്ട് ആഘോഷിച്ചു. അപ്പോഴും ഞാൻ ദൈവത്തോട് വിളിച്ച് കരയുമായിരുന്നു. പ്രാർത്ഥന, അതാണ് പ്രാർത്ഥിക്കുന്ന സമയത്ത് പോലും എന്തുകൊണ്ട് പ്രാർത്ഥന എത്തുന്നില്ല, അതിനുള്ള റീസൺ അല്ല ഞാൻ ഓരോ വീഡിയോയിലും പറയുന്നത്. എൻ്റെ അനുഭവങ്ങളിലൂടെ പോയതുകൊണ്ടാണ്. എല്ലാം എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ പോയ വഴികളിലൂടെയാണ് എല്ലാവർക്കും ഞാൻ ഈ ഒരു മെസ്സേജ് തരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ആ ഒരു ചേഞ്ചർ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഇതുപോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ വിശ്വസിച്ചാൽ ഞാൻ ഒരിക്കലും ആരെയും ചതിച്ചിട്ടില്ല. അതുപോലെ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം നമ്മൾ ചതിക്കില്ല. അങ്ങനെയാണോ നമ്മൾ ചിന്തിക്കുക? പ്രാർത്ഥന വിശ്വസിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രാർത്ഥനയും എല്ലാം കൈവെടിഞ്ഞു. മാനസികമായി ഞാനാകെ തകർന്നിരിക്കുമ്പോഴാണ് യൂട്യൂബിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു കോച്ചിങ്ങിനെ പറ്റി ഞാൻ കാണുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്കത് അയച്ചു തരുന്നത്, ഹാപ്പിനെസ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഞാൻ കയറി. അതിൽ നിന്ന് കിട്ടിയ പാഠങ്ങൾ എന്നെ ഉയർത്തുന്നതായിരുന്നു. അവിടെ നിന്ന് തുടങ്ങി എൻ്റെ മാറ്റം. 2023 2023 തുടങ്ങി. 2023 ജനുവരി ആ ഒരു ടൈമിലായിരുന്നു ഞാൻ ആ ക്ലാസ് കയറിക്കൊണ്ടിരുന്നത്. അവിടുന്ന് തുടങ്ങി എൻ്റെ ചേഞ്ച്. അങ്ങനെ ആ ഒരു ക്ലാസ് കയറി അവിടെ നിന്ന് വീണ്ടും അടുത്ത ഓരോരോ കോച്ചിങ്ങിലും ഒക്കെ ഞാൻ പങ്കെടുക്കുമായിരുന്നു. ഒരുപാട് കോച്ചിങ് ഞാൻ കയറിയിട്ടുണ്ട്. കാരണം ഒന്നുകൊണ്ടൊന്നും നമുക്ക് ചിലപ്പോൾ അങ്ങ് ഡെവലപ്പായി വരണമെന്നൊന്നുമില്ല. നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴും കൂടുതൽ പ്രാക്ടീസുകളൊക്കെ ചെയ്യുമ്പോഴേ മാറ്റം വരുമല്ലോ. ഓരോന്ന് ചെയ്യുമ്പോഴൊക്കെ മാറ്റം വരാം. അങ്ങനെ എനിക്ക് മാറ്റം വരാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ. ഞാൻ പോലും അതായത് ഞാൻ പോലും വിശ്വസനീയമാവും വിധം എൻ്റെ കോൺഫിഡൻസ് ലെവൽ എന്നെ വർദ്ധിക്കാൻ തുടങ്ങി. പയ്യെ എവിടെ നിന്നാണ് എനിക്കിത്ര ധൈര്യം വന്നതെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. ഒരു ധൈര്യം, പറയാം, ചെയ്യാം. ആ ഇടയ്ക്ക് ഞാൻ വണ്ടി, അതായത് 2 വീലർ ടെസ്റ്റ് പാസ്സായി. ഇതെല്ലാം എനിക്ക് ലഭിച്ചത് ഈ ഒരു ആത്മവിശ്വാസവും കോൺഫിഡൻറ്റും കൂടിയതുകൊണ്ടാണ്. എന്നോടുള്ള സ്നേഹവും, ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. പണ്ടൊക്കെ ആളുകൾ പറയുന്നത് കേട്ട് ഞാൻ എന്നെ ശപിച്ച നിമിഷങ്ങളുണ്ടായിട്ടുണ്ട്. പല വേദനകളോടും ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ എന്നെ ഒരുപാട് ശപിച്ചിട്ടുണ്ട്.
നമ്മളെ വിശ്വസിച്ച്, അതായത് നമ്മൾ വിശ്വസിച്ച് നമ്മളെ പറ്റിച്ചു പോയ ആളുകളുണ്ട്. അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും പല രീതിയിലും നമുക്ക് ഒരുപാട് വേദനകൾ തന്ന ആളുകളുണ്ട്. അവരോടൊക്കെ ഒരു ദേഷ്യമായിരുന്നു ഉള്ളിൽ. നമ്മളെ കുറ്റം പറഞ്ഞ് നടന്ന ആളുകളോട്, ചെറിയൊരു ഇൻസിഡൻ്റ് ആയിരിക്കും, കുറ്റം പറഞ്ഞ് നടന്ന ആളുകളോട് പല ചിന്തകളും വന്ന് വേട്ടയാടുന്ന സമയത്ത് ഇത് ഓർക്കും. അപ്പോഴൊക്കെ ദേഷ്യമായിരുന്നു ഉള്ളിൽ. പക്ഷേ ഈ പ്രാക്ടീസിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ വന്ന മാറ്റം, അവരോടൊക്കെ ക്ഷമിക്കാൻ കഴിഞ്ഞപ്പോൾ ജീവിതം മാറാൻ തുടങ്ങി. ഞാൻ എന്നെ തന്നെ അംഗീകരിച്ചു തുടങ്ങി. അങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ ചെയ്യാൻ ആഗ്രഹിച്ചു. അന്നും ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് കയറിയ സമയത്തും മാനസികമായി എനിക്ക് മാറ്റം വന്ന സമയത്തും ഗവൺമെൻറ് ജോലി തന്നെ സ്വപ്നം ഞാൻ കൈവടിഞ്ഞിരുന്നില്ല. ഓൾറെഡി എനിക്ക് കിട്ടിയില്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. പക്ഷേ ലോ ഓഫ് അട്രാക്ഷനിൽ ഗോളൊക്കെ എഴുതി വെക്കും, നമ്മൾ വിഷൻ ബോർഡൊക്കെ തയ്യാറാക്കി ഞാൻ ഈ ഒരു ജോലിയെ സ്വപ്നം കണ്ടുകൊണ്ട് വീണ്ടും ക്ലോസ് ചെയ്ത ബുക്കുകൾ ഓപ്പൺ ചെയ്ത് പതിയെ പഠിച്ചു തുടങ്ങി. പക്ഷെ അവിടെ ഒരു വിശ്വാസമൊന്നും കൊണ്ടുവച്ചില്ല. എനിക്ക് മാനസികമായി ഞാൻ തകരാൻ കാരണം ഞാൻ ദൈവത്തിൽ കൂടുതൽ വിശ്വസിച്ചത് കൊണ്ട്. ദൈവം രക്ഷിക്കും, പക്ഷേ നമ്മൾ തല ഉയർത്തി നിൽക്കാനാകും വിധം നമ്മൾ ഉയർത്തും എന്നൊക്കെ കേട്ട് വിശ്വസിച്ചത് കൊണ്ടുള്ള അബദ്ധം പറ്റിപ്പോയതാണ്. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ നമ്മളതിൽ പറയുന്നത് നാം എന്താണോ അതാണ് നമ്മുടെ ജീവിതത്തിൽ നാം എന്താണ് ആഗ്രഹിക്കുന്നത് നമ്മളിലേക്ക് വരും. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുക, അതിനായി പ്രയത്നിക്കുക, ഇതെല്ലാം ഞാൻ ചെയ്തു. പക്ഷേ എനിക്ക് ജോലിയൊന്നും ലഭിച്ചില്ല. എൻ്റെ ലിസ്റ്റിലൊന്നും ഞാനങ്ങനെ വന്നതുമില്ല. ആദ്യമൊക്കെ വരുമായിരുന്നു ആ സമയത്തില്ല, പക്ഷെ പിന്നെ ഞാൻ അങ്ങനെ വന്നിട്ടില്ല. പിന്നെ എനിക്ക് അവിടെ വിഷമം തോന്നിയില്ല. കാരണം എന്താ, അപ്പോഴും എനിക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളാണെല്ലാം അട്രാക്ട് ചെയ്യുന്നത്. നമ്മൾ കരഞ്ഞിരുന്ന് രാവോളിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചാലൊന്നും നമ്മുടെ ലൈഫിലൊന്നും നടക്കാൻ പോകുന്നില്ല. അതൊരു സത്യമാണ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു തിരിച്ചറിവ് ആ ഒരു ലൈഫ് ടൈമിലൂടെ കടന്നു പോയപ്പോൾ മനസ്സിലായി. അങ്ങനെ ഇരിക്കെ ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ ചെറിയ ചെറിയ രീതിയിൽ മറ്റുള്ള ആളുകൾക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ ആശ്വാസം കിട്ടുന്നെങ്കിൽ ഐ എം ബ്ലെസ്ഡ് എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്ന ശേഷം ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങി. ചിലപ്പോൾ എൻ്റെ ഇൻഡ്യൂഷൻ വന്നതായിരിക്കാം, അറിയില്ല. എന്തായാലും വീഡിയോ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് പേര് എൻ്റെ വീഡിയോ കാണാൻ തുടങ്ങി. വളരെ സന്തോഷം. ചില ദിവസം എനിക്ക് വീഡിയോ ചെയ്യാൻ മടിയൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില ആളുകൾ എന്നെ വിളിക്കും, വീഡിയോ ചെയ്യുന്നില്ലേ, നല്ല വീഡിയോസാണ്. എവിടെയൊക്കെയോ ഉള്ള ആളുകൾ എന്നെ കോൺടാക്ട് ചെയ്യും. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ആളുകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, വാവ്. ഞാൻ എന്നിൽ അഭിമാനിച്ചു തുടങ്ങി. സെൽഫ് ലവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താണോ പറഞ്ഞത് അതുപോലെ എല്ലാം എൻ്റെ ലൈഫിൽ നടക്കാൻ തുടങ്ങി. ഞാൻ എവിടെ പോയാലും ആളുകൾ എന്നെ അത്ഭുതത്തോടെ നോക്കാൻ തുടങ്ങി. കാരണം വീഡിയോ ചെയ്യുന്നതാണ്, ഞാൻ സ്റ്റാറ്റസ് ഇടും, യൂട്യൂബിലിടും. അപ്പം അറിയുന്ന ആളുകൾക്കൊക്കെ വണ്ടടിച്ചു പോയി, ഇവൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുമോ, ഇവളിങ്ങനെയായിരുന്നോ. നമ്മുടെ ബന്ധുക്കളൊക്കെ കാണുന്ന സമയത്ത് തലയിൽ കൈവച്ച്, അമ്മ ഇത്രയും കഴിവോ, ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നല്ലോ. ചില ആളുകളൊന്നും പറയില്ല, ചില ആളുകൾ മുഖത്ത് നോക്കി പറയും. ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം ഞാൻ എന്താണോ കണ്ണാടി നോക്കി മിറർ ടെക്നിക്ക് ചെയ്തത് അതെല്ലാം മറ്റുള്ള ആളുകൾ എന്നെ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻറ്റോടെ നിങ്ങളോട് ഞാൻ പറയുന്നത്, സെൽഫ് ലവ് ചെയ്യുക. നാം മറ്റുള്ളവരിലേക്ക് നോക്കണ്ട. നമ്മൾ പുച്ഛിച്ച് താഴ്ത്തുന്ന ആളുകൾ ചുറ്റിനും ഉണ്ടാവും, അവരിലേക്ക് ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ നമ്മിലേക്ക് നോക്കുക. കാരണം നമ്മൾ ഓരോരുത്തരും ബ്ലെസ്സഡ് ആണ് എന്നുള്ളത്. ഞാൻ എന്നെ ശപിക്കാതായി. ഞാൻ എന്നെ ബ്ലെസ് ചെയ്ത് ഞാൻ എന്നെ കൊണ്ടുപോകാൻ തുടങ്ങി. ചിലപ്പോൾ ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടത്തിവിട്ടത് ഈ വേദനകൾ അറിയുമ്പോഴേ ചിലപ്പോൾ നമുക്ക് മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഞാൻ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കെ വാട്സപ്പ് ക്ലാസ് അനൗൺസ് ചെയ്തു. കുറച്ച് പേരെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് അടുത്തത്, അങ്ങനെ വാട്സപ്പ് ക്ലാസ് മാത്രമായിരുന്നു ആ സമയത്തെല്ലാം നടത്തിയിരുന്നത്. പിന്നീട് എനിക്ക് തോന്നി, ഒരാൾക്ക് ഇൻഡിവിജ്വലി കോച്ചിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് അറിയണം. അങ്ങനെ ലൈഫ് കോച്ചിങ് ഞാൻ പഠിച്ചു. ഒരുപാട് പേരെടുത്ത് കോച്ചിങ് എല്ലാം ചെയ്തു. അതൊരു സർട്ടിഫൈഡ് കോഴ്സായിരുന്നു. അത് ചെയ്തപ്പോൾ കിട്ടിയ ഒരു സന്തോഷം, മനസ്സിലൊരു സന്തോഷമായിരുന്നു. ഞാൻ ആരൊക്കെയായി മാറി. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു മേഖലയിലേക്ക് ഫോഴ്സ്ഫുള്ളി എത്തിപ്പെട്ട വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ലൈഫ് പർപ്പസ് സർവീസാണെന്ന്. അതുവരെയും എൻ്റെ ധാരണ ഞാനൊരു ജോലിയിൽ ഒതുങ്ങിക്കൂടി ആ സേവനം ചെയ്ത് ഒതുങ്ങിക്കൂടി ജീവിക്കും എന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. പക്ഷേ
ഇതാണ് എൻ്റെ മേഖല എന്ന് തിരിച്ചറിയാൻ തുടങ്ങിയതോടുകൂടെ ഞാൻ ഹാപ്പിയാണ്. കാരണം കഴിഞ്ഞ കാല വേദനകളൊന്നും ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ജോലി കിട്ടാതിരുന്നതൊന്നും എനിക്ക് പ്രയാസമായിട്ട് തോന്നുന്നേ ഇല്ല. ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരാൾക്കും ഇതൊന്നും ഷെയർ ചെയ്യാൻ പോലും പറ്റില്ലായിരുന്നു. കാരണം മറ്റുള്ള ആളുകൾക്കൊരു മാറ്റം വരിക, അവരുടെ ചിന്തകളെ മാറ്റി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മാറ്റം വരിക, അത് നമ്മുടെ കർമ്മ ഉറക്കുന്ന ഒന്നാണ്, നമ്മൾക്കുള്ള ബ്ലെസ്സിങ് ആണത്. ഇതൊരു സർവീസാണ്. അത് മനസ്സിലാക്കിയ ശേഷം ഞാൻ എന്നിൽ അഭിമാനിച്ചു തുടങ്ങി. ദൈവം എത്ര വലിയവരാണെന്ന് എനിക്ക് തോന്നി. ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുന്നത് എല്ലാറ്റിനും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കും. എൻ്റെ ലൈഫിലുണ്ടായ എല്ലാ വേദനകൾക്കും നന്ദി. കാരണം ഇതിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഒരുപാട് നന്ദി. ഫൊർഗീവ്നെസ് കൊടുക്കേണ്ട സ്ഥാനത്ത് ഫൊർഗീവ്നെസ് ഒക്കെ കൃത്യമായി കൊടുക്കുമ്പോൾ, ബ്ലെസ് ചെയ്യുമ്പോൾ ലൈഫിൽ അതിൻ്റെതായ മാറ്റമാണ് വന്നുകൊണ്ടിരുന്നത്. ആരോടും വെറുപ്പും ഉദ്ദേശവും ഇല്ലാതെ ജീവിക്കാൻ കഴിയണം. സാഹചര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അനുവദിക്കില്ല. മറ്റുള്ള ആളുകൾ നമ്മെ വേട്ടയാടിയോ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും, വാക്കുകളിലൂടെ ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും അവരെ ബ്ലെസ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കണം. സമൃദ്ധിയായി ജീവിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് സെറ്റ് ചെയ്യണം. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് കോച്ചിങ് വരാൻ തുടങ്ങി, ഇൻഡിവിജ്വൽ കോച്ചിങ് വരാൻ തുടങ്ങി. അങ്ങനെ കോച്ചിങ് ഓരോരുത്തർക്കും ഞാൻ എടുത്തു തുടങ്ങി, അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ് ഇന്നർ ആൽക്കമി, അതായത് ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ ഫുള്ളി ട്രാൻസ്ഫോർമേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ആന്തരികമായിട്ട് അവരുടെ ഇന്നർ പവർ പുറത്തു കൊണ്ടുവരണം. അങ്ങനെയാണ് ഞാൻ ഇതിനൊരു തുടക്കം കുറിക്കുന്നത്, ഇന്നർ ആൽക്കമി. അങ്ങനെ ഇന്നർ ആൽക്കമി എന്ന് പറയുന്നൊരു കോച്ചിങ് കോഴ്സ് തന്നെ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്തു. അതിൽ ഇമോഷണൽ ഇംബാലൻസ് ഉള്ള ആളുകൾക്ക് ആ ഇമോഷൻസിന് ബാലൻസ് ആക്കി നിലനിർത്താനുള്ള കാര്യങ്ങൾ, അതുപോലെ എനർജി ഷിഫ്റ്റിംഗ്, സ്പിരിച്വൽ അവേക്കനിങ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. ഒരു ഡിഫറെൻ്റ് ആൻഡ് പക്ഷേ വെറൈറ്റിയുമാണ് ഒരു കോച്ചിങ് പ്രോഗ്രാമാണിത്. അപ്പോൾ ആ വ്യക്തിക്ക് ആന്തരികമായി നല്ല ചേഞ്ച് വരും. നമ്മൾ എത്ര ആളുകളോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാലും, എത്ര നമുക്ക് അതെല്ലാം ഞാൻ വിട്ടു എന്ന് പറഞ്ഞാലും, ഉള്ളിൻ്റെ ഉള്ളിൽ എവിടേക്കോ എന്തൊക്കെയോ കുറവുള്ള മാതിരി ഫീൽ ചെയ്യും, ഹാപ്പിനെസ് ഇല്ലാത്ത പോലെ. പക്ഷേ ഈ ഒരു ഇതിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക്, എൻ്റെ ആൽക്കമിയിലൂടെ പോയൊരു വ്യക്തിക്ക് എന്നും സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ഡിഫറൻസ്, മറ്റുള്ളതിൽ നിന്നൊരു ഡിഫറൻസ്. നമ്മളായിരിക്കുന്ന അവസ്ഥയെ നമ്മൾ അംഗീകരിക്കുക, സ്നേഹിക്കുക. അതിനോടൊപ്പം തന്നെ ഈ നിമിഷത്തിൽ ജീവിക്കുക. പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു, ഫ്യൂച്ചർ നമുക്കറിയില്ല വരാനിരിക്കുന്നത്. പക്ഷെ പ്രസൻറ്റ്, അതാണ് മുഖ്യം. പ്രസൻറ്റിൽ എങ്ങനെ, അത് പലർക്കും സാധിക്കുന്നില്ല. ഭാവിയിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്, അങ്ങനെയായാൽ ഇങ്ങനെയാവും, അല്ലെങ്കിൽ കഴിഞ്ഞത് ഓർത്ത്, കഴിഞ്ഞത് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അതില്ല ഇനി. പലപ്പോഴും ഞാൻ കരുതും കോളേജ് പഠനകാലത്ത് MBA ഒക്കെ പഠിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൂടി ചാൻസ് കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയാക്കാമായിരുന്നു. പക്ഷെ കിട്ടില്ല അല്ലേ, കഴിഞ്ഞതാണ്. ഒരിക്കലും നമുക്കതെടുത്ത് നന്നാക്കി കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഇനിയുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, പ്രസൻറ്റിൽ സന്തോഷമായി ജീവിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. സ്ട്രഗിളൊക്കെ വരും. ഈ സ്ട്രഗിൾ വരുമ്പോഴും അവിടെ ഹാപ്പിയായിട്ട് ഇരിക്കാൻ കഴിയണം. സ്ട്രഗിളിന് നന്ദി പറയണം, അതാണ് ചെയ്യേണ്ടത്. ജേർണലിങ് ചെയ്യണം, വിഷ്വലൈസേഷൻ, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ലൈഫ് മാനിഫെസ്റ്റ് ചെയ്തെടുത്തത് അല്ലേ. അപ്പോൾ അതാണ് ഇന്നർ ആൽക്കമിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ ഈ ഇന്നർ ആൽക്കമിയിലേക്ക്, ഇതിലേക്ക് ഉയരാൻ എന്നെ സഹായിച്ചത് ഈ പ്രാക്ടീസുകളൊക്കെ തന്നെയാണ്. കാരണം നമ്മൾ കുറേ കാലങ്ങൾക്ക് മുൻപ്, കുറേ വർഷങ്ങൾക്ക് മുൻപ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലം വേണമെങ്കിൽ എൻ്റെ കേസിൽ പറയാം. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ ആയിക്കൊള്ളുന്നില്ല, എൻ്റെ കേസിൽ പറയാം. അപ്പോൾ കോൺഫിഡൻറ്റ് കൂടിയത് ഈ ഒരു പ്രാക്ടീസിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ, സെൽഫ് ലവ് ചെയ്തപ്പോൾ കോൺഫിഡൻറ്റ് കൂടി, എന്നെ തന്നെ സ്നേഹിക്കാനും അംഗീകരിക്കാനും തുടങ്ങിയപ്പോൾ എൻ്റെ ലെവലിൽ മാറ്റം വന്നു. അതേപോലെ ഫോർഗീവ്നെസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആരോടും വിദ്വേഷമോ പകയോ ഒന്നും മനസ്സിൽ വെക്കാതെ ജീവിക്കാൻ കഴിയുന്നു. ഇനി ആളുകൾ ചിലപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റുള്ള ആളുകൾ നമ്മളെപ്പറ്റി നമുക്കൊരു ചിന്ത അങ്ങനെ വരും. അപ്പോഴൊക്കെ ഞാൻ മനസ്സിനോട് പറയുന്ന ഒരു വാക്കാണ്, ബ്ലെസ് ചെയ്യൂ, അവർ ബ്ലെസ് ചെയ്യും, അവരങ്ങനെ തന്നെ ആയിരിക്കട്ടെ, അവർ നല്ല സമാധാനം ലഭിക്കട്ടെ എന്ന് പറയാം. അല്ലെങ്കിൽ അവരെക്കുറിച്ച് നല്ല വാക്യങ്ങൾ എഴുതാൻ തുടങ്ങി. അപ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ക്ലെൻസ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയും.
നമ്മളങ്ങനെ മൈൻഡിനെ ക്ലെൻസ് ചെയ്ത് കൊണ്ടുപോയാലേ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുള്ളൂ. നമ്മളിലേക്ക് മാത്രം നോക്കി സന്തോഷത്തോടെ ജീവിക്കുക. അപ്പോൾ അതിനെല്ലാം സാധിച്ചത് ഈ പ്രാക്ടീസിലൂടെ കടന്നു പോയത് കൊണ്ട് തന്നെയാണ്. എന്നെ ഞാനാക്കി മാറ്റി. ഇപ്പോൾ ഞാൻ എവിടെ പോകുമ്പോഴും എനിക്ക് കിട്ടുന്നൊരു ബഹുമാന അംഗീകാരം. ഞാൻ എന്താണോ മനസ്സിലാഗ്രഹിച്ചത്, എന്താണോ ഞാൻ എഴുതി വെച്ചത്, അതുപോലെ എല്ലാം എൻ്റെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുക. ഇതിനെല്ലാം സാധിച്ചത് എന്താ ഞാൻ പറയണ്ടേ, എൻ്റെ ലൈഫ് പർപ്പസ്, എൻ്റെ ഈശ്വരൻ തന്ന ബ്ലെസ്സിങ് എല്ലാം. ഞാനിപ്പോൾ ഒന്നിനെയും കുറ്റം പറയുന്നില്ല, ഒന്നിനെയും ശപിക്കുന്നുമില്ല. എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ ജീവിതത്തിൽ കടന്നു പോയിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പോഴൊക്കെ ഞാൻ എന്നെ തന്നെയായിരുന്നു ശപിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഒരുപാട്. പക്ഷേ എനിക്ക് മനസ്സിലായി നമുക്ക് ഓരോരുത്തർക്കും ഓരോ ലൈഫ് പർപ്പസ് ഉണ്ട്. അത് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ നമ്മൾ ഈ സ്ട്രഗിളിലൂടെ കടന്നു പോകേണ്ടി വരും. ഒന്നിനോയും നമ്മൾ ശപിക്കാതെ, ഒന്നിനെയും നമ്മൾ ഒഴിവാക്കാതെ സ്നേഹിച്ചുകൊണ്ട്, ഉള്ളിൽ സ്നേഹിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം സന്തോഷത്തോടു കൂടെ. ഇതാണ് ഈ ഞാനെന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, എന്നെപ്പോലെ ഒരാൾ വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ലൈഫ് പർപ്പസ് എന്താണെന്ന് കണ്ടുപിടിക്കുക, മുന്നേറുക, സെൽഫ് ലവ് ചെയ്യുക, നന്നായി സെൽഫ് ലവ് ചെയ്യുക, സ്വയം അംഗീകരിക്കുക, സ്വയം സ്നേഹിക്കുക. അതിനോളം വലിയ മരുന്ന് വേറെയില്ല. എന്നും മിറർ, നമ്മുടെ കൂട്ടുകാരിയെ പോലെ നമ്മൾ നമ്മുടെ ഒരു മിറർ കൊണ്ട് നടക്കണം കയ്യിൽ. ഞാൻ എന്നും കൊണ്ട് നടക്കും. എൻ്റെ ബാഗിലും എൻ്റെ പേഴ്സിലും ഒക്കെ ഉണ്ടാവും ഒരു മിറർ. ഞാൻ എപ്പോഴും അത് നോക്കി ഞാൻ എന്നെ തന്നെ അംഗീകരിക്കും. എപ്പോഴും ഞാൻ എന്താണോ ആകേണ്ടത്, ഞാൻ എവിടെയാണോ എത്തേണ്ടത് അത് നോക്കി ഞാൻ എന്നെ അംഗീകരിക്കും, ഞാൻ എന്നെ സ്നേഹിക്കും. ഒരിക്കലും ഞാൻ അതിനുശേഷം എൻ്റെ ലൈഫിൽ ഞാൻ എന്നാണോ ഈ ഒരു പ്രാക്ടീസിലേക്ക് കടന്നുപോയി അതിന് ശേഷം ഞാൻ എന്നെ ശപിച്ചിട്ടില്ല. ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെ തന്നെയാണ്. അതിലൊരു സംശയമില്ല. നമ്മൾ പറയും ഭർത്താവിനെ അല്ലെങ്കിൽ മക്കളെ അല്ലെങ്കിൽ അച്ഛനെ അമ്മയെ, എങ്ങനെയൊക്കെ നമ്മുടെ ആൻസർ ഉണ്ട്. ഒരിക്കലും അല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ അംഗീകരിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് നമ്മളെ ആയിരിക്കണം. നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കാൻ തുടങ്ങും. കോൺഫിഡൻസ് വർദ്ധിച്ചു കഴിഞ്ഞാൽ പേടി ഉണ്ടാവില്ല. ഇപ്പോഴാണ് ഞാനൊരു ജോലിക്ക് ശ്രമിക്കുന്നതെങ്കിൽ ഉറപ്പായും ഞാൻ പോകും. ഇൻ്റർവ്യൂ ബോർഡിൽ ഞാൻ കോൺഫിഡൻറ്റോട് കൂടി ഇരുന്ന് സംസാരിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ ലൈഫ് പർപ്പസ് എനിക്ക് മനസ്സിലായ സ്ഥിതിക്ക് ഞാനത് ആഗ്രഹിക്കുന്നില്ല. കാരണം ഇത്രയും നല്ലൊരു മേഖല എനിക്ക് തന്നതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയുകയാണ്. ഇന്നർ ആൽക്കമി കോച്ച്, ഇന്നർ ചൈൽഡ് ഹീലർ എന്ന തരത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞത്, വൗ, ഐ അപ്രീഷിയേറ്റ് മൈ സെൽഫ്. ഞാൻ എന്നെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. കാരണം ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനൊക്കെ ആളുകൾ എൻ്റെ അടുത്ത് കോച്ചിങ്ങിന് വരുന്ന സമയത്ത് അവരുടെ പ്രയാസങ്ങൾ പറയുമ്പോൾ ആ വേദനയെ ഇല്ലാതാക്കി കൊടുക്കാൻ എന്നിലൂടെ പ്രവർത്തിക്കുന്ന ഒരു ശക്തിക്ക് സാധിക്കുന്നുണ്ട്. ഞാനല്ല അത് ചെയ്യുന്നത്, ഉറപ്പായും ഞാനല്ല അത് ചെയ്യുന്നത്. ആ ഹയർ സെൽഫിലൂടെ എനിക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഞാൻ സർവേശ്വരനോട് നന്ദി പറയുകയാണ്. ഒരുപാട് സന്തോഷത്തോടുകൂടി ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ലേഡീസിനോട് പറയാനുള്ളത്, തളർന്നു പോകരുത്. നമ്മളാരും നമ്മെ ഇകഴ്ത്താനും പുച്ഛിക്കാനും ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷേ അവിടെ ജയിച്ച് കാണിച്ചു കൊടുക്കണം. എന്താണ് ലൈഫ് പർപ്പസ് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിൽ മുന്നേറാൻ ശ്രമിക്കണം. ഉറപ്പായും പ്രപഞ്ചം നമ്മുടെയൊക്കെ കൂടെ ഉണ്ടാവും. അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ബ്ലോക്കുകളെല്ലാം നമ്മൾ നീക്കി പുറത്തേക്ക് വലിച്ചിടണം. നമുക്ക് ആരോടും പക വേണ്ട, വിദ്വേഷം വേണ്ട, വെറുപ്പ് വേണ്ട. വെറുപ്പ് മനസ്സിനെ ദൂഷിപ്പിക്കും. നമ്മളോട് വിശ്വാസവഞ്ചന ചെയ്തൊരു വ്യക്തിയെ കാണുമ്പോൾ പോലും അവരുടെ മുഖത്ത് നോക്കി ചിരിക്കാൻ നമുക്ക് കഴിയണം. ഒന്ന് പുഞ്ചിരിക്കുക. അതാണ് നമ്മുടെ ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. ഇനി പോട്ടെ, പുഞ്ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ ചിലപ്പോൾ മുഖം തന്നില്ല എങ്കിലും അവരെ കാണുമ്പോൾ ബ്ലെസ് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ്, ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങളാരും ഭയക്കേണ്ടതില്ല. ആത്മവിശ്വാസത്തോടു കൂടെ നമ്മൾ എഴുതി വെച്ചിക്കുക എന്തൊക്കെയാണ് ലൈഫിൽ നേടേണ്ടത്. അതിലേക്ക് പ്രപഞ്ചം നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. എന്നും നല്ല വൈബ്രേഷൻ കൂട്ടുക. ഈ വൈബ്രേഷൻ എങ്ങനെയാണ് കൂട്ടുക? നമ്മുടെ ചിന്തകളാണ് എന്ത് ചെയ്യുന്നത്, വിശ്വാസമായി വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നല്ല നമ്മുടെ ചിന്തകൾക്ക് എനർജി കൂട്ടുക. എങ്ങനെ? നല്ല പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസൊക്കെ കളിച്ച് ആ ദിവസം നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. രാവിലെ ഉണർന്നുകൊണ്ട് ടുഡേ ഈസ് ദ ബെസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്, ലവ്, ലാഫ്റ്റർ, എൻജോയ്മെൻറ്റ്, എൻ്റർടൈൻമെൻറ്റ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുക. നല്ല സോങ്ങൊക്കെ വെച്ച് ഡാൻസ് കളിക്കുക. നിങ്ങളുടെ ലൈഫിൽ എന്താകാൻ പോകുന്നു അതിലേക്ക് എത്താനുള്ളത് മൈൻഡിലേക്ക് കൊടുത്ത് മനസ്സിലേക്ക് അത് ആദ്യമേ കൊടുത്ത ശേഷം നിങ്ങൾ അതിനു വേണ്ടി നൃത്തമൊക്കെ ചെയ്ത് വാവ്
നല്ല പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ വൈബ്രേഷൻ കൂടാറുണ്ടല്ലേ, അതൊക്കെ ഒരു ടെക്നിക്കാണ്. പാട്ടൊക്കെ കേട്ട് വൈബ്രേഷൻ കൂട്ടി നല്ല ഹാപ്പി ആയിട്ട് ഇരുന്ന് എല്ലാം അട്രാക്ട് ചെയ്തെടുക്കുക, ഗോൾ സെറ്റ് ചെയ്യുക, അതിന് വേണ്ടി പ്രവർത്തിക്കുക. എത്രത്തോളം നിങ്ങൾ അതിന് വേണ്ടി ആക്ഷൻ ചെയ്യുന്നു അത്രത്തോളം അത് നിങ്ങളിലേക്ക് വരും. ബ്ലോക്കുകളൊക്കെ ഉള്ളിൽ നിന്ന് കളയുക, വേദനകളെല്ലാം കളയുക, ഹാപ്പി ആയിട്ടിരിക്കുക. വേദനകൾക്ക് ഇനി നമ്മുടെ ഇടയിൽ സ്ഥാനമില്ല. എന്തൊക്കെയാണ് വേദന ഉള്ളത് എന്ന് പറഞ്ഞൊരു പേപ്പറിൽ എഴുതി വെക്കുക ഒരു ഭാഗത്ത്. അടുത്ത പാർട്ടിൽ ഒരു നടുവിലൊരു വര വരച്ച ശേഷം ഒരു പേപ്പറിൻ്റെ നടുഭാഗം വര വരച്ച ശേഷം വേദനകൾ എഴുതുക, സന്തോഷങ്ങൾ എഴുതുക. വേദനകൾ ബ്രേക്ക് ചെയ്യുക, വെട്ടി കളയുക, സന്തോഷം മാത്രം ഇരുന്ന് വായിക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യുന്ന ടെക്നിക്കുകൾ, ഒരുപാട് ടെക്നിക്സുകളുണ്ട് അല്ലേ നമ്മുടെ ആഗ്രഹം നേടിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഉറപ്പായും നമുക്ക് അതിൽ വിജയം ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് എല്ലാം കൂടാൻ തുടങ്ങും. ഇത് 1-2 ദിവസം കൊണ്ടൊന്നുമല്ല, ഇത് ദിവസങ്ങളെടുക്കും മാറ്റം വരണമെങ്കിൽ. കാരണം നമ്മുടെ ബ്രെയിനിന് നമ്മളിപ്പോൾ പഴയ നമ്മളെ മാറ്റി പുതിയൊരു നമ്മളാക്കി മാറ്റുകയാണ് അല്ലേ. അപ്പോൾ കുറച്ച് സമയം നമ്മൾ കൊടുക്കണം, ക്ഷമയും നമുക്ക് ആവശ്യമാണ്. അപ്പോൾ എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇന്നർ ആൽക്കമിയിലേക്ക് ഉള്ള എൻ്റെ യാത്ര ഒരു എത്ര വർഷം ആയി, 2023 ഞാൻ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങി. അത് കഴിഞ്ഞ് 2024 തോന്നുന്നു വാട്സപ്പ് ക്ലാസ്സൊക്കെ കൊടുത്തു തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞു ലൈഫ് കോച്ചിങ്ങൊക്കെ എടുത്തു തുടങ്ങിയിട്ട്. അപ്പോൾ അതിലേക്കൊക്കെ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മളുടെ സ്ട്രഗിളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് പാഠം യൂണിവേഴ്സ് തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും അത് ശരിയാവുന്നുണ്ട്. കാരണം അവർ ഇതിലൂടെ കടന്നുപോയ വ്യക്തികളായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് എല്ലാം നല്ലതിനാണ്, ദുഃഖവും നല്ലതിനാണ്, സന്തോഷവും എല്ലാം നല്ലതിനാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയും നേരം എൻ്റെ വാക്കുകൾ കേട്ടതിന് ഒരുപാട് നന്ദി.